എക്കോ വരുന്നില്ലല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? റൗഫ്ക ഓക്കെ അല്ലേ? റൗഫ്ക അൺമ്യൂട്ട് ആക്കണം. ഓക്കെ. നമ്മൾ അതിനുശേഷം ഫിഖ്ഹിന്റെ ക്ലാസ് എടുത്തിട്ടേ ഇല്ല. 2 ആഴ്ചയായി ഫിഖ്ഹ് തൊട്ടിട്ട്. ഫിഖ്ഹിന്റെ ക്ലാസ് എടുക്കാണ്ട് 2 ആഴ്ചയില്ലേ? ഇൻഷാ അല്ലാഹ്. 2 ആളുകളും വരാതെ എങ്ങനെയാ ഫിഖ്ഹ് തൊടല്? ഫിഖ്ഹ് തൊട്ടാൽ ഒരു ചെയിന് മാതിരിയാണത്. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ചെയിന് മാതിരി. ഒരു ചെയിന് കട്ടായി കഴിഞ്ഞാൽ അടുത്ത ചെയിൻ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. കണ്ണികളായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഷാഹിദ്ക്കാടുള്ളത് നാട്ടിലാണോ ഗൾഫിലാണോ? പോയിട്ടില്ല അല്ലേ? വിസാന്റെ വിഷയമുണ്ടോ? എന്താ എക്സ്പയർ ആയി പോയിട്ടുണ്ടോ? അത് കമ്പനി വിസ തരുന്നില്ലേ? തരാത്തതാ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു റാഹത്തിലാക്കി തരട്ടെ. ആമീൻ. നമ്മൾ പിന്നെ നാളെ ഇൻഷാ അല്ലാഹ് ഖിറാഅത്തിന്റെ ക്ലാസ് എടുക്കാം. ഖുർആൻ ഓതാ നാളെ. തജ്വീദിൻ്റെയും ഖിറാഅത്തിൻ്റെയും. ഇന്ന് നമുക്ക് ഫിഖ്ഹിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഓതി നോക്കാം. നമ്മൾ ഇവിടെ വരെ എത്തിയത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടിയുടെ നിസ്കാരത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്? കുട്ടിയും നിസ്കാരവും. കുട്ടിയുടെ നിസ്കാരം എങ്ങനെയായിരിക്കണം? കുട്ടിയെ പഠിപ്പിക്കേണ്ടത് ആരാണ്? കുട്ടിയുടെ ഉത്തരവാദിത്വം ആർക്കാണ്? കുട്ടി എന്തൊക്കെ പഠിപ്പിക്കണം? 7 വയസ്സായാൽ കുട്ടിയോട് എങ്ങനെ പെരുമാറണം? 10 വയസ്സായിട്ടും കുട്ടി നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? തുടങ്ങിയ ഡീറ്റെയിലായ ഡിസ്കഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയത്. ഡീറ്റെയിൽഡായ ഡിസ്കഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തിയത്. നമുക്ക് അടുത്ത ഭാഗം ഷുറൂത്തു സ്വലാഹ്, നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ. ഷർത്തിൻ്റെ ബഹുവചനമാണ് ഷുറൂത്ത്. ഫർളിൻ്റെ ബഹുവചനമാണ് ഫുറൂദ്. ഫുറൂദ് എന്ന് കേട്ടിട്ടില്ല? ഫുറൂദ്. അത് ഫർളിൻ്റെ ബഹുവചനമായിട്ട് ഉപയോഗിക്കാറുള്ളതാണ് ഫുറൂദ്. ഷർത്തിൻ്റെ ബഹുവചനം ഷുറൂത്ത്. അപ്പോൾ ഷുറൂത്തു സ്വലാഹ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ, നിസ്കാരത്തിൽ പാലിക്കേണ്ട മര്യാദകൾ. എന്നതിനേക്കാൾ ഉപരി നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, എന്ത് ഷർത്തും ഫർളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രധാനമായിട്ടും ഷർത്തും ഫർളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓർമ്മയുണ്ടോ? ഫർള് എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിൽ ഉൾപ്പെട്ടതും അതുകൂടാതെ നിസ്കാരം സഹീഹാവാത്തതുമായ ഘടകത്തെക്കുറിച്ചാണ് ഫർള് എന്ന് പറയുന്നത്. ഷർത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ഉൾപ്പെടാത്തതും അതുകൂടാതെ നിസ്കാരം സഹീഹാവാത്തതുമായ ഘടകത്തെക്കുറിച്ചാണ് ഷർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിസ്കാരത്തിൽ ഉൾപ്പെട്ടതും അതുകൂടാതെ നിസ്കാരം സഹീഹാവാത്തതുമായ ഘടകം ഫർദ്. നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടാത്തതും അതുകൂടാതെ നിസ്കാരം സഹീഹാവാത്തതുമായ ഘടകത്തെക്കുറിച്ചാണ് ഷർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും നിസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിക്കും. രണ്ടും നിസ്കാരം സഹീഹാവാൻ വേണം. ഒന്ന് നിസ്കാരത്തിൻ്റെ ഉള്ളിലുണ്ടാവണം, മറ്റൊന്ന് നിസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ ഉണ്ടാവണം. അപ്പോൾ അത് നമ്മൾ ഷർത്തും ഫർളും തമ്മിലുള്ള വ്യത്യാസം. നമ്മളന്ന് പറഞ്ഞിരുന്നു, എന്താണ് ഔറത്ത് മറക്കുക, അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. അതെന്താണ്? ഷർത്താണ് അല്ലേ? നമ്മൾ നിസ്കാരത്തിൻ്റെ അകത്തല്ല വുളു എടുക്കൽ. നിസ്കാരത്തിൻ്റെ അകത്ത് നിസ്കാരത്തിന് കൈയിട്ടതിന് ശേഷമല്ല ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നത് അല്ലെങ്കിൽ ഔറത്ത് മറക്കുന്നത്. പിന്നെയോ അത് മുമ്പേ ചെയ്യണം അല്ലേ? പക്ഷെ അത് കൂടാതെ നിസ്കാരം സഹീഹാവേയില്ല. ചെറിയ അശുദ്ധി, പിന്നെ ശുദ്ധിയില്ലാണ്ട് നിസ്കാരം സഹീഹാവില്ല. ഔറത്ത് മറക്കാതെ നിസ്കാരം സഹീഹാവില്ല. എന്നാലോ ഫാത്തിഹ അല്ലെങ്കിൽ സുജൂദ് അല്ലെങ്കിൽ റുക്കൂഅ് അല്ലെങ്കിൽ പിന്നെ എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം, ഇതൊക്കെ എന്താണ്?
ഫർദാണ്. അത് നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടതാണ്. അത് കൂടാതെ നിസ്കാരം സഹീഹാവുകയില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് എന്ത് ലിസ്സലാത്തി ഷുറൂ. മനസ്സിലാവാത്ത വാക്കുകൾ ചോദിക്കണം, പ്രയോഗങ്ങളും അർത്ഥങ്ങളും. അപ്പം ലിസ്സലാത്തി ഷുറൂത്തുൻ വ അർക്കാനും, ലിസ്സലാത്തി ഷുറൂത്തുൻ വ അർക്കാനും ലാ തസിഹു സ്വലാത്തു ബിദൂനിഹ. നിസ്കാരത്തിനിക്ക് ഷർത്തുകളും ഫർളുകളുമുണ്ട്. ലാ തസിഹു സ്വലാത്ത്, നിസ്കാരം സഹീഹാവുകയില്ല, ബിദൂനിഹ, ആ ഷർത്തുകളും റുക്കുനുകളും കൂടാതെ, ഇല്ലാതെ. ഇനി അവ ഷർത്തു ഷൈഇ വ റുക്നുഹു കിലാഹുമ മാ യതവഖഫു അലൈഹി വുജൂദുഹു ശർഅൻ. ഷർത്തു ഷൈ, ഒരു കാര്യം, ഒരു പ്രവൃത്തി, ഒരു ആക്ടിവിറ്റിയുടെ ഷർത്തെന്ന് പറയുന്നത്, വ റുക്നുഹു, ആ ഒരു കാര്യത്തിൻ്റെ റുക്കുൻ എന്ന് പറയുന്നത്, കിലാഹുമ, അവ രണ്ടും, മാ, ഒരു ഘടകമാണ്, യതവഖഫു അലൈഹി, ആ ഒരു ഘടകത്തിൻ്റെ മേൽ നിലകൊള്ളും, വുജൂദുഹു, ആ ഒരു കാര്യത്തിൻ്റെ വുജൂദ്, ആ ഒരു കാര്യത്തിൻ്റെ ഉണ്ടാകൽ നിലകൊള്ളും, ശർഅൻ, മതപരമായിട്ട്. അപ്പോൾ നിസ്കാരം ഉണ്ടായി എന്ന് പറയണമെങ്കിൽ, നിസ്കാരം സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ എന്തുണ്ടാവണം? ഷർത്തും അടങ്ങണം, ഫർളുകളും അടങ്ങണം. എന്ന് പറഞ്ഞാൽ നിസ്കാരം നടന്നു, നിസ്കാരം ഉണ്ടായി എന്ന് പറയണമെങ്കിൽ ഔറത്ത് മറച്ചിരിക്കണം. പിന്നെയോ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, ഖിബിലയിലേക്ക് മുന്നിട്ടിരിക്കണം. അതേമാതിരി ഫാത്തിഹ ഓതിയിരിക്കണം, സുജൂദ് ചെയ്തിരിക്കണം, സലാം വീട്ടിയിരിക്കണം, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയിരിക്കണം, കഴിവുള്ളവൻ നിന്നിരിക്കണം. അപ്പോൾ ഇതൊക്കെ എന്താണ്? നിസ്കാരം ഉണ്ടായി എന്ന് പറയണമെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, എന്നാലും ഉണ്ടാവും. ലാക്കിൻ, എങ്കിലും, അൽ അവ്വലു, ഞാൻ വായിക്കുന്ന ഭാഗം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? റോഫ്ഖാനെ, ഞാനൊന്ന് കർസർ വെക്കട്ടെ. പിന്നെ മൗസ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ എളുപ്പമാവുമല്ലോ. കർസർ സെറ്റാക്കി തരാം. കർസർ കാണുന്നുണ്ടോ? ഓക്കെ. ഇനി ലാക്കിൻ, എങ്കിലും, അൽ അവ്വൽ, ഒന്നാമത്തേത്, ലൈസ മിൻ അജ്സാഇഹി, ഈ ഷർത്ത് എന്ന് പറയുന്നത് ലൈസ, ആ ഷർത്ത് അല്ല, മിൻ അജ്സാഇഹി, ആ ഒരു കാര്യത്തിൻ്റെ ഘടകങ്ങളിൽപ്പെട്ടതല്ല, ആ ഒരു ഘടകങ്ങൾ എന്നല്ല, ആ ഒരു കാര്യത്തിൻ്റെ ഭാഗങ്ങളിൽപ്പെട്ടതല്ല, ഉള്ളടക്കത്തിൽപ്പെട്ടതല്ല എന്ന് പറയാം. അതാണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ ലൈസ, ഷർത്തല്ല, മിൻ അജ്സാഇഹി, ആ ഒരു കാര്യത്തിൻ്റെ ഉള്ളടക്കത്തിൽപ്പെട്ടതല്ല. അപ്പോൾ ഉള്ളടക്കത്തിൽ നോക്കിയാൽ ഷർത്ത് കാണൂല. വസാനി, രണ്ടാമത്തേത്, മിൻ അജ്സാഇഹി, ആ ഒരു കാര്യത്തിന് ഉള്ളടക്കത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഷർത്ത് നിസ്കാരത്തിൻ്റെ ഇപ്പോൾ ഏതൊരു കാര്യമാണോ ആ കാര്യത്തിന് ഉള്ളടക്കത്തിൽപ്പെട്ടതല്ല. നിസ്കാരമാണെങ്കിൽ നിസ്കാരം, ജുമ ആണെങ്കിൽ ജുമ, ജമാഅത്താണെങ്കിൽ ജമാഅത്ത്, എല്ലാത്തിനും ഷർത്തും ഫർളുണ്ട്. ഹജ്ജാണെങ്കിൽ ഹജ്ജ്. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിൽ നോക്കിയാൽ ഷർത്ത് കാണൂല. പിന്നെയോ ഫർള് അതിൻ്റെ ഉള്ളടക്കത്തിലുണ്ടാകും. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, എന്താണ്? ഔറത്ത് മറക്കുക, ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഉള്ളിലുണ്ട്, ഉള്ളടക്കത്തിൽപ്പെട്ടതാണ്, ഫർളാണ്. ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഉള്ളിലില്ല, അതുകൊണ്ടത് ഷർത്താണ്. ഇനിയോ ഷുറൂത്തു സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ, ഖംസത്തുൻ, 5 എണ്ണമാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 എണ്ണമാണ്. അഹദുഹ, അതിൽപ്പെട്ട ഒന്നാമത്തേത്, അത്വഹാറത്തു അനിൽ ഹദസ്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. അത്വഹാറത്തു അനിൽ ഹദസ്, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക. അപ്പോൾ 2 അശുദ്ധികളാണുള്ളത് അല്ലേ? ഒന്ന് ചെറിയ അശുദ്ധി, മറ്റൊന്ന് വലിയ അശുദ്ധി. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ നിയത്തോടു കൂടി വുളൂ ചെയ്യണം. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ നിയത്തോടു കൂടി കുളിക്കണം. 2 തരം അശുദ്ധികൾ. രണ്ട് അശുദ്ധിയും നീക്കം ചെയ്തിട്ട് 2 അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായാൽ മാത്രമേ നിസ്കാരം സഹിഹാവുകയുള്ളൂ, നിസ്കാരം നിർവഹിക്കാൻ സാധിക്കൂ. നമുക്ക് പിന്നെ അങ്ങനെ ആവാം. ഇപ്പോൾ പിന്നെ 2 അശുദ്ധിയും, സാധാരണയായിട്ട് 2 അശുദ്ധിയും ഒന്നിച്ചാണ് ഉണ്ടാവാറുള്ളത്. വലിയ അശുദ്ധിക്കാരനിക്ക് ഓട്ടോമാറ്റിക്കായി ചെറിയ അശുദ്ധിയും ഉണ്ടാവാറുണ്ട്. ഓട്ടോമാറ്റിക് എന്നല്ല, അധികവും ആദത്തൻ കൂടുതലുണ്ടാവും. വലിയ അശുദ്ധിക്കാരനിക്ക് ചെറിയ അശുദ്ധിയും ഉണ്ടാവാം. ഇനി ചെറിയ അശുദ്ധി മാത്രം ഉണ്ടാവാം നോർമലായിട്ട് അല്ലേ? ചെറിയ അശുദ്ധി മാത്രമായിട്ട് ഉണ്ടാവാമല്ലോ.
നമ്മളിപ്പോൾ മൂത്രമൊഴിക്കാൻ പോയി, അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോയി, വാഷ്റൂമിലേക്ക് പോയി വന്നാൽ എന്തായി? ചെറിയ അശുദ്ധി മാത്രമാണ് ഉണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ ഭാര്യയെ തൊട്ടു, പെണ്ണുങ്ങളെ തൊട്ടു, അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങി, അപ്പോൾ ചെറിയ അശുദ്ധി മാത്രം ഉണ്ടായി. ഇനി ചില സമയങ്ങളിൽ വലിയ അശുദ്ധി മാത്രമായിട്ടുണ്ടാകാം. വളരെ റെയറായിട്ട്, റെയറസ്റ്റ് ഇൻ ദ റെയർ കേസിൽ എന്തുണ്ടാവാം? റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൽ വലിയ ശുദ്ധി മാത്രം ഉണ്ടാവാം. അതെങ്ങനെയാ? ഒന്നിരിക്കൽ സാധാരണ പതിവിലുണ്ടാവില്ല. എങ്ങനെയാണ്? ഒന്നിരിക്കൽ ചെറിയ അശുദ്ധി മാത്രം, അല്ലെങ്കിൽ വലിയ അശുദ്ധിയോടൊപ്പം ചെറിയ അശുദ്ധി. വലിയ അശുദ്ധി മാത്രം ഉണ്ടാവാം. എന്താ? എങ്ങനെയാ വലിയ അശുദ്ധി മാത്രം ഉണ്ടാവല്? ഇപ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, എന്താ പറയുന്നത്, ഒരു വ്യക്തി എന്ത് ചെയ്തു? ഒരു സ്ത്രീയെ കണ്ടു, ഒരു സൗന്ദര്യം കണ്ടു, ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ടു. ഓൻ നിന്ന നിൽപ്പിൽ തന്നെ സ്ഖലിച്ചു പോയി. ഉണ്ടാവാം. ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ട ആ നിന്ന നിൽപ്പിൽ തന്നെ ആ വ്യക്തിക്ക് സ്ഖലനം ഉണ്ടായി കഴിഞ്ഞു. അവ സ്ഖലിച്ചു കഴിഞ്ഞാലോ അവന് വലിയ അശുദ്ധി ഉണ്ടായി, ചെറിയ അശുദ്ധി ഉണ്ടായിട്ടുമില്ല. ചെറിയ അശുദ്ധി ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. വലിയ അശുദ്ധി മാത്രമായിട്ടുണ്ടായി. അല്ലെങ്കിൽ പോവട്ടെ, നമ്മളെന്ത് ചെയ്തു? ഹനഫി മദ്ഹബ് പ്രകാരം നമ്മളെ ഭാര്യയെ തൊട്ട് കഴിഞ്ഞാൽ വുദു മുറിയോ? വുദു മുറിയില്ല, അല്ലേ? നമ്മൾ ഭാര്യയുമായിട്ട് തൊട്ടു, അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലുള്ള നമ്മൾ മറ്റൊരു രൂപത്തിലുള്ള സ്പർശനം നടന്നു, അല്ലെങ്കിൽ എന്തോ ആവട്ടെ, നമ്മളടുത്ത് ഇടപഴകി. ആ സമയത്ത് എന്ത് ചെയ്തു? സ്ഖലനം ഉണ്ടായി. അപ്പോൾ ഹനഫി മദ്ഹബ് പ്രകാരം ഭാര്യയെ തൊട്ടുകൊണ്ട് മാത്രം എന്താവില്ല? വുദു മുറിയുകയില്ല. ശരിയല്ലേ? നമ്മൾ ബാഹ്യമായ കളികൾ യോജിപ്പുകൾ ഉണ്ടായി, അല്ലെങ്കിൽ കളികൾ നടന്ന സമയത്ത് സ്ഖലിച്ചു. അപ്പം വലിയ ശുദ്ധി മാത്രമായിട്ടുണ്ടാവൽ വളരെ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വലിയ ശുദ്ധി മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താവണം? ശുദ്ധിയാവാൻ കുളിക്കണം. അപ്പോൾ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? കുളിക്കണം. അപ്പോൾ ബാഹ്യമായ ചില സല്ലാപങ്ങൾ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? മനസ്സിലാകുന്നില്ലേ? ബാഹ്യമായ സല്ലാപങ്ങൾ നടന്നു കഴിഞ്ഞാൽ വലിയ ശുദ്ധി മാത്രമായിട്ടുണ്ടാവാം എന്ന് പറഞ്ഞത്. ഇനി അത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതാണ് അത്വഹാറത്തു അനിൽ ഹദസ്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക എന്നുള്ളത്. അതാണ് ഒന്നാമത്തേത്. അപ്പോൾ രണ്ട് അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം. ചെറിയ അശുദ്ധിയിൽ നിന്നാണെങ്കിൽ വുദു ചെയ്യണം, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. സാനിഹ, നിസ്കാരത്തിൻ്റെ നിബന്ധനകളിൽപ്പെട്ട രണ്ടാമത്തെ നിബന്ധന, രണ്ടാമത്തെ ഷർത്ത്, ത്വഹാറത്തുൽ ബദനി വൽ മൽബൂസി വൽ മകാനി അനിൻ നജസ്. എന്തൊക്കെയാണ്? ത്വഹാറത്തുൽ ബദൻ, ശരീരം ശുദ്ധിയായിരിക്കുക, വൽ മൽബൂസ്, വസ്ത്രം ശുദ്ധിയായിരിക്കുക, വൽ മക്കാൻ, സ്ഥലം ശുദ്ധിയായിരിക്കുക, അനിൻ നജസ്, നജസിനെ തൊട്ട്. അപ്പോൾ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ശരീരവും നിസ്കരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രവും നിസ്കാരം നിർവഹിക്കപ്പെടുന്ന സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കുക. ഈ മൂന്ന് ശരിയല്ലേ? നമ്മുടെ ശരീരം മാത്രമായാൽ പോരാ, വസ്ത്രം മാത്രമായാൽ പോരാ, പിന്നെ നിസ്കരിക്കുന്ന സ്ഥലവും. ഈ മൂന്നും നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഏത് മുസല്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒന്ന് വിരിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്പർശിച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം പൂർണ്ണമായിട്ടും നമ്മൾ വലിയ കാർപ്പറ്റൊന്നും പ്രശ്നമില്ല. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു വസ്ത്രം ഉണ്ടല്ലോ, ആ ഒരു വിരിപ്പുണ്ടല്ലോ, വസ്ത്രമാവട്ടെ, കാർപ്പറ്റാവട്ടെ, മുസല്ലയാവട്ടെ, എന്തോ ആവട്ടെ, അത് പൂർണ്ണമായും നജസിൽ നിന്ന് മുക്തമായിരിക്കാം. ഇനി പല ഇളവുകളും വരുന്നുണ്ട് കേട്ടോ നജസിനെ കുറിച്ചുള്ള ഡീപ്പായ ചർച്ചയിൽ. ഇനിയിപ്പോൾ എന്താണ്, അത്രയും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തുണ്ട്, ചില നജസുകൾ ഇങ്ങനെ ബാധിക്കുന്ന സ്ഥലങ്ങളുണ്ടാവാം, ചില സാഹചര്യങ്ങളുണ്ടാവാം, നമുക്ക് സൂക്ഷിക്കാൻ പറ്റാത്ത അത്രയും പ്രയാസം നേരിടുന്ന
പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആ സമയങ്ങളിൽ ചില ഇളവുകൾ ശറഅ് തന്നെ അനുവദിച്ചു തരുന്നുണ്ട്, അത് ഓക്കെയാണ്. അതല്ലാതെ ശറഅ് അനുവദിക്കപ്പെടാത്ത രൂപത്തിലുള്ള നജസൊന്നും ഉണ്ടാവാൻ പറ്റൂല, പാടില്ല. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നിസ്കരിക്കാനും പറ്റൂല. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലവും പിന്നെ നമ്മൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ എന്തായാലും ശുദ്ധിയായിരിക്കണം. അതിന് പുറമെ നമ്മളൊരു മുസല്ല വിരിച്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ മുസല്ല പൂർണ്ണമായിട്ടും നജസിൽ നിന്ന് മുക്തമായിരിക്കണം. ഇനി എന്താണ് നജസ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ, അത് ഡീപ്പായിട്ടുള്ള ചർച്ച ശേഷം വരുന്നുണ്ട്. പിന്നെ നോക്ക്, ഇനിയോ അങ്ങനെ വരുമ്പോൾ ശരീരവും വസ്ത്രവും സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കുക എന്ന് പറയുമ്പോൾ ലാ തസിഹു, കണ്ടില്ലേ കർസർ കണ്ടില്ലേ, ലാ തസിഹു സലാ, നിസ്കാരം സഹീഹാവില്ല, മഅ നജസിൻ, നജസോടൊപ്പം, ഗൈരി മഅഫൂൻ അൻഹു, ഇളവ് നൽകപ്പെടാത്ത നജസോടൊപ്പം നിസ്കാരം സഹീഹല്ല. ഇളവ് നൽകപ്പെടാത്ത നജസോടൊപ്പം. അപ്പോൾ ഇളവ് നൽകുന്ന നജസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇളവ് നൽകപ്പെടുന്ന ചില നജസുകളുണ്ട്. ഇപ്പോൾ സ്വന്തം ചോര, ഉദാഹരണം പറയാമല്ലോ, സ്വന്തം ചോര നജസാണെങ്കിലും സ്വന്തം ചോരയുടെ അല്പം ഇളവ് നൽകപ്പെടും. എൻ്റെ വസ്ത്രത്തിൽ, ഞാൻ നിസ്കരിക്കുന്ന വസ്ത്രത്തിൽ എന്തുണ്ട്, എൻ്റെ തന്നെ ചോരയുണ്ട്. ഞാൻ നിസ്കരിക്കുന്ന സ്ഥലത്ത് എൻ്റെ തന്നെ ചോരയുണ്ട്, അല്പം ചോരയുണ്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്പമല്ല കൂടുതലുണ്ടെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്, പണ്ഡിതന്മാരുണ്ട്. എന്തായാലും കുറച്ചുണ്ടെങ്കിൽ പ്രശ്നമില്ല. എൻ്റെ ചോര എൻ്റെ വസ്ത്രത്തിൽ കുറച്ച് ഈ ഒരു ഭാഗത്ത്, കൈ ഭാഗത്ത് ഇങ്ങനെ ഇത്ര എൻ്റെ എന്തുണ്ട് ഇവിടെ മുറിഞ്ഞിട്ടുണ്ട്, ആ ചോര ഈ വസ്ത്രത്തിൽ ഇത്ര ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, നിസ്കരിക്കുമ്പോൾ ഇളവ് നൽകപ്പെടുന്നതാണ് സ്വന്തം ചോരയെ തൊട്ട്. ഇനിയോ അപ്പോൾ ഇളവ് നൽകപ്പെടാത്ത നജസോടൊപ്പം നിസ്കാരം സഹിയല്ല. വലോനാസിയൻ, അത് മറന്നുകൊണ്ടാണെങ്കിലും ശരി, അവൻ നിസ്കരിച്ചത് മറന്നവനായിട്ടാണെങ്കിലും ശരി, അവല്ലെങ്കിൽ ജാഹിലൻ, ഈ പിന്നെ നജസോടൊപ്പം നിസ്കരിക്കരുത് എന്ന് വിവരമില്ലാത്തവനാണെങ്കിലും ശരി. എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ പിന്നെ എന്താണ് എൻ്റെ വസ്ത്രത്തിൽ മൂത്രത്തുള്ളിയുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നജസുണ്ട്, മനസ്സിലായില്ലേ, മൂത്രത്തുള്ളി ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം, അല്ലെങ്കിൽ ഛർദിയുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്താണ് വലിയ കാഷ്ടമുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൂച്ച കാഷ്ടമുണ്ട്, ഞാനത് അറിഞ്ഞിട്ടില്ല, ഞാൻ നിസ്കരിച്ചതിന് ശേഷം ആരെങ്കിലും വന്ന് എന്നെ ബോധ്യപ്പെടുത്തിയടോ അതാ നിൻ്റെ വസ്ത്രത്തിൽ കാഷ്ടമുണ്ടല്ലോ, കാഷ്ടത്തിൻ്റെ അംശമുണ്ടല്ലോ, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അംശമുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു, എന്നാൽ എന്ത് ചെയ്യണം, ആ നിസ്കാരം മടക്കി നിസ്കരിക്കണം. അതാണ് മറന്നുകൊണ്ട്, ശരിയില്ല. അപ്പം അതാണെന്ത്, നേരത്തെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പിന്നെ ഞാൻ എന്ത് ചെയ്തു, നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് മറന്നുപോയി, വീണ്ടും എന്നെ ആരും ഓർമ്മപ്പെടുത്തി, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഓർമ്മ വന്നു ആ മൂത്രത്തിൻ്റെ അംശമുണ്ട്. ശരി, നേരത്തെ മൂത്രമായ അല്ലെങ്കിൽ നമ്മൾ മതിയായി, വസ്ത്രത്തിന് മതിയായിരുന്നു, ഭാര്യയോടൊപ്പം ബാഹ്യമായി സല്ലപിക്കുന്ന സമയത്ത് മതി വരാമല്ലോ, മതിയോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ വസ്ത്രം ധരിച്ച് തന്നെ നിസ്കരിച്ചു. നമ്മുടെ പാൻറ്റിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ തുണിയിലൊക്കെ മതിയായിരുന്നു, അങ്ങനെ തന്നെ നമ്മൾ നിസ്കരിക്കാൻ സമയത്ത് നമുക്ക് മറന്നുപോയി, പിന്നെ ഓർമ്മയായി കഴിഞ്ഞാൽ നമ്മൾ ആ നിസ്കാരം മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. ഇനി ഈ നജസ് മതി നജസാണെന്നും ആ നജസോടൊപ്പം നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാവില്ല എന്നും അറിയില്ല, അറിവില്ലാത്തവനാണ്, ഓൻ എന്ത് ചെയ്തു, ആ രൂപത്തിൽ തന്നെ നിസ്കരിച്ചു. ഓൻ അറിയില്ല. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഭാര്യക്കറിയാം, നിങ്ങളെ ഡ്രസ്സിലല്ലേ നേരത്തെ മതിയായിരുന്നു, നമ്മൾ നേരത്തെ അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ നിസ്കരിച്ചാൽ, മതിയായി കഴിഞ്ഞാൽ അത് നജസാ, നിസ്കാരം സഹിയാവില്ലേ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിസ്കാരം മടക്കി നിസ്കരിക്കണം. അതാ പറഞ്ഞത്. വിവരമില്ലാത്തവനായിട്ടാണ് നിസ്കരിച്ചെങ്കിലും ശരി, മറന്നവനായിട്ടാണ് നിസ്കരിച്ചെങ്കിലും ശരി, ആ നിസ്കാരം മടക്കി നിസ്കരിക്കണം. നിസ്കാരം സഹിയായിട്ടില്ല, ആ നജസോടൊപ്പം നിസ്കരിച്ച നിസ്കാരം സഹീഹല്ല. അപ്പം ഈ ഒരു ചെറിയ വലോ നാസിയൻ ഔ ജാഹിലൻ എന്ന ചെറിയ പ്രയോഗത്തിൽ വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ടെന്ന് അർത്ഥം. മനസ്സിലായില്ലേ ഷാനിദ് ഖാൻ? ഇനി മൂന്നാമത്തേത് സാലിസുഹ, നിസ്കാരത്തിൻ്റെ 5 നിബന്ധനകളിൽപ്പെട്ട മൂന്നാമത്തെ നിബന്ധന സത്റുൽ ഔറ, ഔറത്ത് മറക്കലാണ്. എന്താണ്? ഔറത്ത് മറക്കലാണ്. ഔറത്ത് മറക്കലാണ് മൂന്നാമത്തെ നിബന്ധന. അപ്പോൾ ഔറത്ത് മറച്ചിരിക്കണം. എന്താണ് ഔറത്ത് എന്നുള്ളത് സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ വരുന്നുണ്ട് കേട്ടോ, അതിൻ്റെ സത്റുൽ ഔറയുമായി ബന്ധപ്പെട്ട. സ്ത്രീകളുടെ ഔറത്ത് എങ്ങനെയാണ്, നിസ്കാര സമയത്തുള്ള ഔറത്ത് വേറെയാണ്. ബാക്കിയുള്ള സ്ത്രീകൾക്ക് ഒരുപാട് ഔറത്തുണ്ട്. ഹിജാബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മൾ മുഖം മക്കന മാത്രമല്ല, ഹിജാബ് എന്ന് പറഞ്ഞാൽ മറയാണ് യഥാർത്ഥത്തിൽ.
ആ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ. പിന്നെ സ്ത്രീകൾ മുഖം മറക്കുന്നതിനെ കുറിച്ച് ഹിജാബ് എന്നുള്ള പ്രയോഗം വന്നേ ഉള്ളൂ. മുഖമക്കനം, മൂടുപടലം, അതിനിക്ക് ഹിജാബ് എന്നുള്ള പ്രയോഗം വന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഹിജാബ് എന്ന കാഴ്ചപ്പാട് സ്ത്രീകൾക്കുള്ള മറ. ഭർത്താവിൻ്റെ അടുത്ത് ഉള്ള ഒരു ഹിജാബ് ഉണ്ട് അല്ലേ, തീരെ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അടുത്ത് ശരീരം മുഴുവനും എന്താണ് അവക്ക് പിന്നെ തുറന്ന് കാണിക്കാൻ പറ്റുന്നതാണ്. തീരെ ഔറത്തില്ല, ശരീരം പൂർണ്ണമായിട്ടും പിന്നെ ഭർത്താവിനിക്ക് സമർപ്പിക്കപ്പെടാവുന്നതാണ്. അപ്പോൾ ഔറത്തില്ല. ഇനിയോ പിന്നെ രക്തബന്ധുക്കളുടെ സഹോദരന്മാരുടെ അടുക്കൽ പെണ്ണിന് ഒരു ഔറത്തുണ്ട്, മാതാവിൻ്റെ അടുത്തുള്ള ഔറത്തുണ്ട്. അതേപോലെ പുറത്തിറങ്ങുന്ന സമയത്ത്, പബ്ലിക്കിൽ ഇറങ്ങുന്ന സമയത്ത് സ്ത്രീ പാലിക്കേണ്ട ഒരു ഹിജാബുണ്ട്. നിസ്കരിക്കുന്ന സമയത്തൊരു ഹിജാബുണ്ട്. മക്കത്തേക്ക് പിന്നെ ഇഹ്റാം കെട്ടിയിട്ട് ഹജ്ജിനും ഉംറക്കും പോകുന്ന സമയത്തൊരു ഹിജാബുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് ഹിജാബുണ്ട്. ശരിയല്ലേ? അത് ശരീരം പൂർണ്ണമായിട്ടും എന്താണ് ഹിജാബ് ഇല്ലാത്തൊരവസ്ഥ ആരുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ പെണ്ണിന്? ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമാണ് ഒരു പെണ്ണിന് ശരീരം പൂർണ്ണമായിട്ടും ഹിജാബ് അല്ലാത്തത്. എങ്കിലും എന്താണ് പിന്നെ സുന്നത്താണ് മറക്കൽ പെണ്ണിന്. ഏത്? ആ 2 ഗുഹ്യഭാഗങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളത് സുന്നത്താണ്. എന്താണ് പിന്നെ വിവസ്ത്രരായിട്ട് നിൽക്കൽ അല്ലെങ്കിൽ തുറന്നു വെക്കൽ കറാഹത്താണ്. അതാർക്കാണെങ്കിലും അറ്റ്ലീസ്റ്റ് ആ 2 മുൻദ്വാരവും പിൻദ്വാരവും മറച്ചു വെക്കുക. ആ 2 ഭാഗങ്ങൾ പിന്നെ ദുബറും കുബിലും മുൻഭാഗവും പിൻഭാഗവും മറച്ചു വെക്കുക എന്നുള്ള സുന്നത്താണ്. തുറന്നിടുക വെറുതെ കാരണമില്ലാതെ തുറന്നിടൽ കറാഹത്താണ്. അത് ഭർത്താവിന് മുമ്പിലാണെങ്കിലും വരും. പക്ഷെ നിർബന്ധമായ ഹിജാബായിട്ട് ഒന്നുമില്ല സ്ത്രീയില്ലേ ഭർത്താവിന് മുമ്പിൽ. ഇനി മാതാപിതാക്കൾക്ക് മുമ്പിൽ, സഹോദരന്മാർക്ക് മുമ്പിൽ ഒരു ഹിജാബുണ്ട്. നമ്മൾ നേരത്തെ പബ്ലിക്കിന് മുമ്പിൽ ഒരു ഹിജാബുണ്ട്, നിസ്കാരത്തിലൊരു ഹിജാബുണ്ട്, കാബത്തിലേക്ക് പോകുമ്പോൾ ഒരു ഹിജാബുണ്ട്. ആണുങ്ങൾക്ക് 2 ഒറ്റ ഹിജാബ് മാത്രമേ ഉള്ളൂ. ആണുങ്ങൾക്ക് എവിടെയാണെങ്കിലും മക്കത്ത് പോകുന്ന സമയത്തൊരു ഹിജാബുണ്ട് കേട്ടോ, ഇഹ്റാം കെട്ടിയിട്ട് ഉംറക്ക് പോകുന്ന സമയത്തൊരു ഹിജാബുണ്ട്. അതിന് പുറമെ പുരുഷന്മാർക്കുള്ള ഔറത്ത് ഏതാണ്? മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ളതാണ് ഔറത്ത്. മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ അതാണ് പുരുഷന്മാരുടെ ഔറത്ത്. അത് എവിടെ പോവുകയാണെങ്കിലും അത്ര മറച്ചാൽ മതി. നിർബന്ധമായിട്ട് മറക്കേണ്ട ഒരു ഭാഗം അത്രയേ ഉള്ളൂ, മുട്ടിൻ്റെയും പൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ. നമ്മൾ പിന്നെ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത്, നാട്ടിലൊക്കെ ബസ്സിൽ കയറുന്ന സമയത്ത് നമ്പൂതിരിമാരൊക്കെ വന്നിട്ട് അടുത്തിരിക്കുമല്ലോ. ഒരു തുണി ഉണ്ടാവും, നമ്മൾ ഉംറയൊക്കെ പോകുമ്പോൾ ധരിക്കുന്ന ആ വസ്ത്രം എന്ന് പുറത്തേക്ക് ഒരു തുണി ഇട്ടിട്ടുണ്ടാവും, ഒരു തുണി ഉടുത്തിട്ടുണ്ടാവും. അത് 2 പരിപാടി മാത്രമേ ഉള്ളൂ. കുറേ വേണ്ടിട്ട് തുറിയും പൊട്ടും അത് ഇതും കുറേ തേച്ചിട്ടും പറ്റിയിട്ടെല്ലാം ഉണ്ടാവും. ഈടെ കുറേ പൊട്ട്, ഈടെ കുറേ പൊട്ട്, ഈടെ കുറേ മഞ്ഞൾ, പിന്നെ ഭസ്മ അത് ഇതെല്ലാം പറ്റിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ മുട്ടുപൊക്കളുടെ ഇടയിൽ ഓർ മറക്കുന്നുണ്ട്. മുട്ടുപൊക്കളുടെ ഇടയിൽ മറക്കാതിരിക്കാൻ പാടില്ല. നമ്മൾ പല പാൻറ്റുകളും ചിലപ്പം പൊക്കിളിൻ്റെ താഴെയായിരിക്കുക. അതേ അങ്ങനെ തന്നെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വിടവിലൂടെ, ഷർട്ടിൻ്റെ വിടവിലൂടെ പൊക്കിളിൻ്റെ താഴെയുള്ള ഭാഗം കണ്ടു കഴിഞ്ഞാൽ നിസ്കാരം സഹിയായിട്ടില്ല. നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ പാൻസൊക്കെ ധരിക്കുന്ന സമയത്ത്, തുണിവിന് അങ്ങനത്തെ പ്രശ്നം വരില്ല. പാൻസ് ധരിക്കുന്ന സമയത്ത് പലപ്പോഴും പൊക്കിളിൻ്റെ താഴെ പോവാറുണ്ട്. അത് അശ്രദ്ധയോടുകൂടി പോയി. ഇനിയോ പൊക്കിളിൻ്റെ താഴെ പോയിട്ട് നമ്മൾ നിസ്കാരത്തിന് സുജൂദിൽ കുനിഞ്ഞു കഴിഞ്ഞാലോ ബാക്ക് ഫുള്ള് നല്ല പ്ലേ ഗ്രൗണ്ട് മാതിരി ഇങ്ങനെ കാണാൻ തുടങ്ങും. ഓരോ ചെക്കന്മാർ ഇങ്ങനെ ഹാവുലായിട്ട് വരും, ഭയങ്കര സ്പെയ്ക്കാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നെല്ലാം മറ്റേ ഇൻസൈഡ് ആക്കിയിട്ട് വരും. എന്നിട്ടോ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് ഷർട്ട് മുകളിലേക്കും പാൻറ്റ് താഴോട്ടേക്കും നല്ലൊരു ഗ്യാപ്പ് ഇങ്ങനെ കാണാൻ പറ്റും, പ്രദർശിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ. അത് പറ്റൂല. പ്രദർശന വസ്തുവായിട്ട് പള്ളിയിൽ ഇങ്ങനെ നിൽക്കും. അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടി വരും. അതേമാതിരി പിന്നെ നമ്മളെ കുട്ടികളൊക്കെ ട്രൗസർ ഇട്ട്, നിസ്കാരം ഓൺ ദി സ്പോട്ട്, ആ വെളിവായ ഉടനെ തന്നെ നമ്മൾ ഒരു കാറ്റ് വന്നു സംഭവിക്കാം. അത് ഫിഖ്ഹിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ തുണിയെടുത്ത് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ തഹിയ്യാത്തിലോ അല്ലെങ്കിൽ സുജൂദിലൊക്കെ നല്ലൊരു കാറ്റ് വന്നിട്ട് നമ്മളെ തുണി അങ്ങോട്ടാക്കി, നമ്മൾ ഓൺ ദി സ്പോട്ട് ഔറത്ത് വെളിപ്പെട്ട ഉടനെ തന്നെ നമ്മൾ ഔറത്ത് അടച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തെ ബാധിക്കുകയില്ല. അതല്ലാതെ ചെറിയൊരു സമയത്തേക്ക് ഔറത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ വെളിപ്പെട്ട ഉടനെ തന്നെ നമ്മളത് പരിഹരിക്കണം, എന്നാൽ പ്രശ്നമില്ല. ആ നിമിഷം, ആ ലഹളത്തിൽ തന്നെ പ്രതികരിക്കണം, പിന്നെ അത് പരിഹരിക്കണം, എന്നാൽ പ്രശ്നമില്ല. നമ്മുടെ ചെക്കന്മാരൊക്കെ, നമ്മളെ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ട്രൗസർ ഇട്ട് കളിക്കാൻ പോവുക, മുട്ടിൻ്റെ മുകളിൽ നിൽക്കുന്ന ട്രൗസർ ഇട്ടിട്ട് പോകരുത്. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. മുട്ടിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ട്രൗസർ ഇട്ടിട്ട് കളിക്കാൻ നമ്മൾ മക്കളെ അനുവദിക്കരുത്. അത് ശരിയല്ല, ഹറാമാണ്. കാരണം മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ ഔറത്തായിരിക്കെ മുട്ടും കൂടി മറയുന്ന രൂപത്തിലുള്ള ട്രൗസർ ഇട്ടേ നമുക്ക് കളിക്കാൻ അനുമതിയുള്ളൂ, കളിക്കാൻ എന്താണെങ്കിലും. അപ്പോൾ നമ്മൾ കളി കാണാൻ പോകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മുടെ ഔറത്ത് പ്രദർശിപ്പിക്കുക എന്നുള്ളത് അത്രത്തോളം നീചമായ മറ്റൊരു പ്രവൃത്തിയില്ല.
ഇറ്റ് ഈസ് എ ബാഡ് ഹാബിറ്റ് ആൻഡ് ആക്ടിവിറ്റി. നമ്മളെ കുട്ടികളൊക്കെ എന്താണ് തൊടവരെയുള്ള ട്രൗസർ ഇട്ട് കളിക്കാൻ പോവുക എന്നുള്ളത് അനുവദിക്കരുത്. ചെക്കന്മാരൊക്കെ പോകാറുണ്ടല്ലോ. അപ്പോൾ പൊക്കിളിൻ്റെ താഴെ നിൽക്കുന്ന പാൻറ്റും പ്രശ്നമാണ്, മുട്ടിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ട്രൗസറും പ്രശ്നമാണ് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായില്ലേ? ഇനിയോ റാബിഉഹ, അതിൻ്റെ ചാപ്റ്റർ സെപ്പറേറ്റ് വരുന്നുണ്ട് കേട്ടോ. റാബിഉഹ, 4ാമത്തെ നിബന്ധന, 5 നിബന്ധനകൾപ്പെട്ട 4ാമത്തെ നിബന്ധന, മഅരിഫത്തു ദുഖൂലിൽ വഖ്ത്. മഅരിഫത്തു ദുഖൂലിൽ വഖ്ത്, സമയം കടന്നു എന്ന് മനസ്സിലാക്കലാണ്, അറിയലാണ്. നിസ്കാരത്തിൻ്റെ സമയം കടന്നു എന്നറിയണം. അപ്പോൾ 5 വഖ്ത് നിസ്കാരത്തിനും എന്തുണ്ട്? നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട് അല്ലേ? കൃത്യമായി സ്പെസിഫൈഡായ സമയങ്ങളുണ്ട്. അപ്പോൾ ആ നിശ്ചയിക്കപ്പെട്ട ആ സമയം കടന്നതിന് ശേഷം മാത്രമേ നിസ്കരിക്കാൻ അനുമതിയുള്ളൂ. നമുക്ക് രാവിലെ കുറേ സമയം ഫ്രീ ഉണ്ട്. രാവിലെ ഡ്യൂട്ടിക്ക് 10 മണിക്കാണ് പോകുന്നത്. അത് രാവിലെ 2-3 മണിക്കൂർ ഫ്രീ ഉണ്ടല്ലോ. നമുക്ക് ഇന്നത്തെ എല്ലാ നിസ്കാരം ഇപ്പം തന്നെ നിസ്കരിച്ച് തീർക്കാം. പയ്യ എന്തിനീ ചൊറയും തലവേദനയും, ഇശാ വരെയുള്ള നിസ്കാരം ഒറ്റയടിക്ക് നിസ്കരിച്ച് തീർക്കുക. അങ്ങനെ ഇസ്ലാമിലില്ല. അങ്ങനെ ഇസ്ലാമിലുണ്ടോ? അങ്ങനെ ഇസ്ലാമിലൊരു പരിപാടിയില്ല. നിസ്കാരം അതാത് സമയത്താണ് നിർവഹിക്കേണ്ടത്. നമ്മളെ ഇഷ്ടത്തിന് സമയമുള്ള സമയത്ത് നിസ്കരിക്കുകയല്ല വേണ്ടത്. പിന്നെയോ അതിന് അള്ളാഹു ഒരു സമയം നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നിസ്കാരം നിർവഹിക്കണം. അത് നിർബന്ധമാണ്. ശരിയല്ല? ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ്. പിന്നെ ഇളവുണ്ട്. യാത്രക്കാർക്കൊക്കെ നമുക്ക് ജംഅ ചെയ്യാനുള്ള ഇളവുണ്ടല്ലോ. അത് 2 നിസ്കാരങ്ങൾ പരസ്പരം ജംഅ ചെയ്യാനേ ഉള്ളൂ. ളുഹറിനെ അസറിലേക്കും, അസറിനെ ളുഹറിലേക്കും, മഗ്രിബിനെ ഇശായിലേക്കും, ഇശായിനെ മഗ്രിബിലേക്കും. അതല്ലാതെ കൂടുതൽ അതിൽ നമുക്ക് കളിക്കാനുള്ള അവകാശമൊന്നുമില്ല, അധികാരം അവകാശമൊന്നുമില്ല. മനസ്സിലായില്ലേ? ചെറിയ അളവ് മാത്രമേ ഇസ്ലാമിൽ നൽകപ്പെട്ടിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ നമ്മളൊന്നും ചെയ്യാനും കളിക്കാനും പാടില്ല. അപ്പം സമയം പ്രവേശിച്ചു എന്ന് അറിയുക, അത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓരോ സമയവും പണ്ട് കാലത്ത് ഇപ്പോൾ നമുക്ക് ക്ലോക്ക് ഉണ്ട്, കൃത്യമായ കലണ്ടർ ഉണ്ട്, സമയം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് കാലത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഓരിങ്ങനെ പിന്നെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും പ്രകൃതി പ്രതിഭാസങ്ങളുടെയും അടയാളം നോക്കിയിട്ടാണ് നിസ്കാരത്തിൻ്റെ സമയം കണക്കാക്കിയിരുന്നത്. ഓരോ പ്രയാസം നമുക്ക് ഇന്നുണ്ടാ? സൂര്യൻ്റെ ഓരോ ചലനങ്ങൾ നോക്കിയിട്ട് സൂര്യൻ എത്രത്തോളം അതിൻ്റെ നീളൊക്കെ കണക്കാക്കിയിട്ടാണ്. ഒരു വസ്തുവിൻ്റെ നീളം അതിനോളമാകുക, അതിൻ്റെ ഇരട്ടിയാവുക. ചന്ദ്രൻ ഉദിക്കുക, അതേമാതിരി പിന്നെ എന്താണ് സൂര്യൻ അസ്തമിക്കുക, സൂര്യൻ ഉദിക്കുക. അങ്ങനെ പ്രകൃതിയിലെ മറ്റ് പ്രതിഭാസങ്ങളൊക്കെ നോക്കിയിട്ടാണ് സമയവും ഖിബ്ലയുടെ ദിശയൊക്കെ കണ്ടെത്തിയിരുന്നത്. ഇനി നമുക്കൊരു പ്രയാസമില്ല. നമുക്കിന്ന് ഫോൺ എടുത്ത് നോക്കിയാൽ ഖിബ്ലയും കിട്ടി, സമയം കിട്ടി, എല്ലാം കിട്ടി. GPS നോക്കിക്കഴിഞ്ഞാൽ ഖിബ്ലയും കിട്ടി, സമയവും കിട്ടി, എല്ലാം കിട്ടി. നമ്മൾ ഭാഗ്യവാന്മാർ, പ്രയാസമില്ലാതെ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരം. അപ്പോൾ അതാണ് 4ാമത്തേത്, മഅരിഫത്തു ദുഖൂലിൽ വഖ്ത്, സമയം കടന്നു എന്ന് മനസ്സിലാവലാണ്. ഇനി നോക്ക് അടുത്തത്, അതുകൊണ്ട് തന്നെ സമയം കടന്നാൽ മാത്രമേ നിസ്കരിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ മൻ സല്ലാ, ആരെങ്കിലും നിസ്കാരം നിർവഹിച്ചാൽ, ബിഗൈരി മഅരിഫത്തിഹി, സമയം പ്രവേശിച്ചു എന്ന് അറിയാതെ, സമയം പ്രവേശിച്ചു എന്ന് മനസ്സിലാക്കാതെ ആരെങ്കിലും നിസ്കാരം നിർവഹിച്ചാൽ, സമയം പ്രവേശിച്ചു എന്നറിയാതെ, യഖീനൻ, ഒന്നിരിക്കലും ഉറപ്പായിട്ടും സമയം പ്രവേശിച്ചു എന്നറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ലന്നൻ, ധാരണാപരമായിട്ട്. ഒന്നിരിക്കൽ നമുക്ക് ഉറപ്പുണ്ടാവണം, സമയം കടന്നു എന്ന വിഷയത്തിൽ ഉറപ്പുണ്ടാവണം, അല്ലെങ്കിൽ മികച്ച ധാരണ ഉണ്ടാവണം. ഈ രണ്ടുമില്ലാത്ത രൂപത്തിൽ ഒരുത്തൻ നിസ്കരിച്ചാൽ ലം തസിഹ സലാത്തുഹു, അവൻ്റെ നിസ്കാരം സഹീഹല്ല, അവൻ്റെ നിസ്കാരം സാധുവായിട്ടില്ല, അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇനിയോ വൈം വഖഅത്ത്, ആ നിസ്കാരം സംഭവിച്ചാലും ശരി, ഫിൽ വഖ്തി, നിസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശരി. മനസ്സിലായോ? പോയിന്റ് 2 ഉണ്ട് ഇവിടെ. പിന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു മുഅ്മിനിൻ്റെ ആരാധനാ കർമ്മങ്ങൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നഫ്സുൽ അംറുണ്ട്, മറ്റൊന്ന് ലന്നുൽ മുക്കല്ലഫ്. നഫ്സുൽ അംർ, ലന്നുൽ മുക്കല്ലഫ്. നഫ്സുൽ അംർ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിൻ്റെ നിജസ്ഥിതി. യാഥാർത്ഥ്യത്തിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? നഫ്സുൽ അംർ എന്ന് പറയുന്നത്. ലന്നുൽ മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ പിന്നെ മുക്കല്ലഫ്, ശരിയല്ലേ, ആ പ്രവൃത്തി ചെയ്യുക, ആ ഇബാദത്ത് ചെയ്യുക. അപ്പം ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ ധാരണ, അവൻ്റെ വിശ്വാസം. അപ്പം പിന്നെ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ വിശ്വാസവും യാഥാർത്ഥ്യത്തിൻ്റെ നിജസ്ഥിതിയും 2 യോജിക്കണം. ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിലേക്ക്, ഞാൻ എന്ത് ചെയ്തു, ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി. ളുഹർ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ പള്ളിയിലേക്കല്ല, ഞാൻ യാത്രയിലാണ് ഉള്ളത്. ഒരു മരുഭൂമിയിലുള്ള ഒരു ഒട്ടകത്തിലൂടെ യാത്ര, അല്ലെങ്കിൽ കാറിലൂടെ ഒരു യാത്രയിലാണ് ഉള്ളത്. ഞാൻ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി തുനിഞ്ഞു. ളുഹർ നിസ്കരിക്കാൻ വേണ്ടി തുനിഞ്ഞ സമയത്ത് എനിക്ക് ളുഹറിൻ്റെ സമയം കടന്നു എന്ന് ഉറപ്പോ മികച്ച ധാരണയോ കിട്ടിയിട്ടില്ല.
ളുഹറിൻ്റെ സമയം കടന്നു എന്ന് ഉറപ്പോ മികച്ച ധാരണയോ കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നെ ഏകദേശം ഒരു ധാരണ വെച്ചിട്ടാ അതാ സൂര്യനൊക്കെ നല്ല കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ട്, ളുഹറായിട്ടുണ്ടാവാം എന്ന ഒരു ധാരണ വെച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ നിസ്കരിച്ചു എന്നൊരു ധാരണ വെച്ചിട്ട് ഞാൻ നിസ്കരിച്ചു. ഒന്നിരിക്കൽ എനിക്ക് പിന്നെന്താണ് ഈ സമയം ആയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ ആവാം ആവാതിരിക്കാം, എന്തായാലും ആയി എന്നുള്ള മികച്ച ധാരണയോ ഉറപ്പോ കിട്ടിയിട്ടില്ല. ഞാൻ നിസ്കരിച്ചു കഴിഞ്ഞു. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാവട്ടെ, ഒന്നിരിക്കൽ ആരെങ്കിലും എന്നെ കോൾ വിളിച്ചു, അല്ലെങ്കിൽ വേറൊരു യാത്രാ സംഘത്തെ കിട്ടി വേറൊരു വ്യക്തിയെ കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് എൻ്റെ നിസ്കാരം ളുഹറിൻ്റെ സമയം പ്രവേശിച്ചതിന് ശേഷമാണ് നടന്നത് എന്നെനിക്ക് ബോധ്യപ്പെട്ടു പിന്നെ നിസ്കരിച്ചതിന് ശേഷം. എന്നാലും ആ നിസ്കാരം സഹീഹല്ല. കാരണം അവിടെ നഫ്സുൽ അംർ, നിജസ്ഥിതി, യാഥാർത്ഥ്യത്തിൽ ആ നിസ്കാരം സഹീഹായിട്ടുണ്ടെങ്കിലും എൻ്റെ ധാരണ പ്രകാരം സമയം കടന്നോ ഇല്ല എന്നുള്ള ഉറപ്പ് എനിക്ക് നിസ്കരിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. എന്ത് അത് ഭാവനയല്ല, ഭാവന നടി ആക്രമിക്കപ്പെട്ടു. അത് മികച്ച എന്ന് പറഞ്ഞാൽ ഷാഹിദ്, അത് മികച്ച ധാരണ കിട്ടണം. സമയം പ്രവേശിച്ചിട്ട് ഏകദേശം സമയം കടന്നിട്ടുണ്ട് എന്ന മികച്ച ധാരണ, അതാ ഇന്ന അടയാളങ്ങൾ വെച്ചിട്ട് ഉറപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒബ്സർവ് ചെയ്താൽ, നമ്മൾ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി ഒബ്സർവേഷൻ നടത്തിയാൽ നമുക്ക് ഒരിക്കലും ഉറപ്പ് കിട്ടില്ലല്ലോ, ധാരണയെ കിട്ടൂ. ഉറപ്പ് കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയണം. മനസ്സിലായില്ല? ഒരാൾ വിശ്വസ്തനായ ഒരു വ്യക്തി എന്ത് ചെയ്യും, നിസ്കരിച്ച് വന്ന ഒരു വ്യക്തി എന്നെ കണ്ടു, ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വിശ്വസ്തനാണ്, അയാൾ നിസ്കാരം കടന്നിട്ടുണ്ട്, സമയം കടന്നിട്ടുണ്ട്, അപ്പോൾ ഉറപ്പ് കിട്ടി. ധാരണ കിട്ടുന്ന എങ്ങനെയാണ്? അയാൾ ഇങ്ങനെ സാഹചര്യങ്ങൾ നോക്കണം, മനസ്സിലാക്കണം, ശരിയല്ലേ? അയാൾ ഇങ്ങനെ ചെറിയൊരു നിരീക്ഷണമൊക്കെ നടത്തണം, അപ്പോഴാൾക്ക് മികച്ച ധാരണ കിട്ടുന്നത്. ആ മികച്ച ധാരണ കിട്ടി എന്നിട്ട് നിസ്കരിച്ചു, അത് നിസ്കാരത്തിൻ്റെ സമയത്തിൽ തന്നെ പെട്ടതാണെങ്കിൽ നിസ്കാരം സഹിയാണ്. യോൻ അങ്ങനെയൊന്നുമില്ല, കടന്നിട്ടുണ്ടാവാം, പ്രവേശിച്ചിട്ടുണ്ടാവാം, പിന്നെ ഒന്നും അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഇല്ലെങ്കിൽ അയാൾക്ക് ബോധ്യപ്പെട്ടു എന്ത്, അയാളെ നിലവിലെ ബോധ്യം എന്താണ്, സമയം കടന്നിട്ടേ ഇല്ല എന്നുള്ള ബോധ്യം. എന്നിട്ട് അയാൾ നിസ്കരിച്ചു, നോക്കുമ്പോൾ സമയം കടന്നിട്ടുണ്ട്, എങ്കിലും നിസ്കാരം സഹിയല്ല. മനസ്സിലായില്ലേ? ഒന്നിരിക്കൽ അയാൾക്ക് നിസ്കാരം സമയം കടന്നിട്ടില്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ നിസ്കാരം സമയം കടന്നിട്ടില്ല എന്ന് അയാൾക്ക് മികച്ച ധാരണയുണ്ട്, അല്ലെങ്കിൽ കടന്നിട്ടുണ്ടാവാം, കടന്നിട്ടില്ലാതിരിക്കുക, നമുക്കെന്താ ഹല്ലി വല്ലി എന്ന് പറഞ്ഞിട്ട് നിസ്കരിച്ചു. ഈ 3 കേസിലും അയാൾ നിസ്കരിച്ചതിന് ശേഷം അയാൾക്ക് ബോധ്യപ്പെട്ടു നിസ്കാരം സംഭവിച്ച സമയത്തിലാണ്, എങ്കിൽ നിസ്കാരം സഹിയല്ല. കാരണം ഒന്നിരിക്കൽ സമയം കടന്നു എന്ന ഉറപ്പ് വരണം, അല്ലെങ്കിൽ സമയം കടന്നു എന്ന മികച്ച ധാരണ കിട്ടണം. ഈ 2 കേസിൽ മാത്രമേ നിസ്കാരം സഹിഹാവൂ. ഇനി എനിക്ക് എന്ത് കിട്ടി, നിസ്കാരത്തിന് സമയം കടന്നു എന്ന് എനിക്ക് ഉറപ്പ് കിട്ടി, ഞാൻ നിസ്കരിച്ചതിന് ശേഷം എനിക്ക് ബോധ്യപ്പെട്ടു നേരത്തെ എന്നെ ആരോ പറഞ്ഞ് പറ്റിച്ചതാണ്, നിസ്കാരത്തിൻ്റെ സമയം കടന്നിട്ടില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നിസ്കാരം എന്തല്ല അപ്പൊ രണ്ടും ശരിയാവണം. നഫ്സുൽ അംറും ശരിയാവണം, യാഥാർത്ഥ്യവും ശരിയാവണം, പ്രവർത്തിക്കുന്ന എൻ്റെ വിശ്വാസവും ശരിയാവണം. ശരി, അതാണ് എന്താണ് ലന്നിൽ മുക്കല്ലഫ്. അപ്പൊ എൻ്റെ ധാരണയും ശരിയായിരിക്കണം, എൻ്റെ വിശ്വാസവും ശരിയായിരിക്കണം, പിന്നെയോ യാഥാർത്ഥ്യവും ശരിയായിരിക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് ളുഹർ നിസ്കാരം കടന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് കിട്ടി, അല്ലെങ്കിൽ മികച്ച ധാരണ കിട്ടി, ഞാൻ നിസ്കരിച്ചു, അത് യഥാർത്ഥത്തിൽ സമയത്തിൽ തന്നെയാണ് ആ നിസ്കാരം നടന്നതെങ്കിൽ നിസ്കാരം സഹിഹാണ്. ഏതെങ്കിലും ഒരു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാലും ശരിയാവില്ല. എനിക്ക് നിസ്കാരം സമയം കടന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പ് കിട്ടി, അല്ലെങ്കിൽ മികച്ച ധാരണ കിട്ടി, ഞാൻ നിസ്കരിച്ചു കഴിഞ്ഞ സമയത്ത് ആ നിസ്കാരം യഥാർത്ഥത്തിൽ സമയത്തിലല്ല സംഭവിച്ചത്, അതിന് മുമ്പെയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ നിസ്കാരം സഹിഹല്ല. കാരണം അവിടെ ലന്നിൽ മുക്കല്ലഫ് ശരിയായിട്ടുണ്ടെങ്കിലും നഫ്സുൽ അംറിൽ എന്തായിട്ടുണ്ട്, കാര്യം തെറ്റിപ്പോയിട്ടുണ്ട്, സമയം കടന്നിട്ടില്ലല്ലോ, സമയം കടന്നിട്ടില്ല എന്നതുകൊണ്ട്. മനസ്സിലായോ? അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, വൈം വഖഅത, നിസ്കാരം സംഭവിച്ചെങ്കിലും ശരി, ഫിൽ വഖതി, യഥാർത്ഥ സമയത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഉറപ്പും മികച്ച ധാരണയും ഇല്ല എന്ന കാരണം കൊണ്ട് തന്നെ നിസ്കാരം സഹീഹല്ല. അപ്പോൾ രണ്ടും ശരിയാവണം. ലന്നുൽ മുക്കല്ലഫ് ആയ എൻ്റെ ധാരണയും എൻ്റെ വിശ്വാസവും ശരിയാവണം, നഫ്സുൽ അംർ എന്ന യാഥാർത്ഥ്യവും ശരിയാവണം. രണ്ടും കൂടി നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടിയാൽ മാത്രമേ ഒരു വിഭാഗത്ത് ശരിയാവുകയുള്ളൂ. ഇനിയോ ഖാമിസുഹാ,
നിസ്കാരത്തിൻ്റെ നിബന്ധനകളിൽപ്പെട്ട അഞ്ചാമത്തെ നിബന്ധന ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടലാകുന്നു. ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടലാകുന്നു. അപ്പോൾ ഖിബ്ലയിലേക്ക് മുന്നിടണം. അതാണ് അഞ്ചാമത്തെ നിബന്ധന, ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടുക. ഏതൊഴികെ ഇല്ലാ ഫീ സലാത്തി ഷിദ്ദത്തിൽ ഖൗഫ്, ശക്തമായ പേടിയുള്ള സമയത്തുള്ള നിസ്കാരത്തിലൊഴികെ. ഷിദ്ദത്തുൽ ഖൗഫ് എന്ന് പറയും ശക്തമായ പേടിയുടെ അവസരത്തിലുള്ള നിസ്കാരത്തിലൊഴികെ. അതേപോലെ വനഫ്ലി സഫരിൻ, വനഫ്ലി സഫരിൻ മുബാഹിൻ, അനുവദനീയമായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഒഴികെ. അനുവദനീയമായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും അതേമാതിരി ശക്തമായ പേടിയുള്ള സമയത്തുള്ള നിസ്കാരത്തിലും ഖിബ്ലയ്ക്ക് മുന്നിടൽ നിർബന്ധമല്ല. അതല്ലാത്ത സമയങ്ങളിലൊക്കെ ഖിബ്ലയ്ക്ക് മുന്നിടൽ നിർബന്ധമാണ്. ശക്തമായ പേടി എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണ്, യുദ്ധം നടക്കുന്ന സമയം, യുദ്ധം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മൃഗം ആക്രമിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം, ഒരു സുനാമി, തീപിടുത്തമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് നിസ്കാരം സമയം കടക്കാനായി, കളാവാനാണെങ്കിൽ എനിക്ക് ബുദ്ധിക്ക് സ്ഥിരതയുള്ള കാലത്തോളം നിസ്കരിക്കൽ നിർബന്ധമല്ല, നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടെ എന്താ ഓപ്ഷൻ ഉള്ളത്? ശക്തമായ പേടിയാണ്, ഖിബ്ലയൊക്കെ പരത്തിയിട്ട് നേരെ നിസ്കരിക്കാൻ നിന്നാൽ എൻ്റെ ജീവൻ അപകടത്തിലായി പോവും എങ്കിൽ പറ്റുന്നത് പോലെ ഓടിക്കൊണ്ടോ ചാടിക്കൊണ്ടോ എങ്ങനെയാണോ ഉള്ളത് ആ രൂപത്തിൽ നിസ്കരിക്കുക. അവിടെ ഖിബ്ല പ്രശ്നമല്ല. അതേമാതിരി യാത്രക്കാർ ഇല്ല ഫർള്, അതിന് ഫർള് നിസ്കാരത്തെ കുറിച്ച് തന്നെ പറയുന്നത്. ഫർള് നിസ്കാരത്തിൽ ഖിബ്ല പ്രശ്നമല്ല. ശക്തമായ പേടിയാണ്, ജീവൻ അപകടത്തിലാണ്, ആ സമയത്ത് നിസ്കാരം ഒഴിവാക്കാനുള്ള മാർഗ്ഗമില്ല, പറ്റുന്നത് പോലെ നിസ്കരിക്കുക എന്നാണ് അവിടെ. അതേമാതിരി യാത്രക്കാരൻ്റെ ഹലാലായ അനുവദനീയമായ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ്റെ സുന്നത്ത് നിസ്കാരം, അത് നമ്മളിപ്പോൾ ട്രെയിനിലോ ഫ്ലൈറ്റിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഖിബ്ല പ്രശ്നമല്ല, നിസ്കാരം നിർവഹിക്കാം. നമ്മൾ ഏകദേശം നിസ്കരിച്ചു, അതിനുശേഷം ഖിബ്ലയിൽ ചെറിയൊരു മാറ്റം തോന്നി, ചെറിയൊരു കുറച്ചും കൂടി വലത്തോട്ട് തെറ്റായിട്ട് പിന്നീട് ആ നിസ്കാരം മടക്കി നിസ്കരിക്കണം. നമുക്ക് ഷാഫിഈ മദ്ഹബ് പ്രകാരം ഐനുൽ ഖിബ്ല നിർബന്ധമാണ്. ഖിബ്ല നേരിട്ട് തന്നെ കിട്ടണം. ഖിബ്ലയിൽ ചെറിയൊരു വേരിയേഷൻ വന്നാൽ പോലും നിസ്കാരം സഹീഹാവില്ല. എത്രത്തോളം മയ്യത്തിനെ പോലും, നമ്മൾ മയ്യത്ത് മറമാടി, മയ്യത്തിന് എന്ത് ചെയ്യണം? ഖിബ്ലയിലേക്ക് തിരിച്ചിട്ടല്ലേ മറമാടേണ്ടത് അല്ലേ? മയ്യത്തിനെ ഖിബ്ലയിലേക്ക് തിരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുഖവും അതേപോലെ ബോഡി മുൻഭാഗം മുഴുവനായിട്ടും എന്താണ് ഇങ്ങനെ ചെരിച്ചിട്ടാണ് കിടത്തുന്നത്, ഖിബ്ലയിലേക്ക് ചെരിച്ചിട്ട്. പിന്നെ ബോധ്യപ്പെട്ടു, 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ബോധ്യപ്പെട്ടത്, അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ടാണ് ബോധ്യപ്പെട്ടത് ആ ഖിബ്ല കടത്തിയത് ശരിയായിട്ടില്ല, ഒന്നിരിക്കൽ തെറ്റിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മറിഞ്ഞു പോയിട്ടുണ്ട്, ഖിബ്ലയെ തൊട്ട് മാറ്റിയിട്ടാണ് കടത്തിയിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കബറ് തോണ്ടിയിട്ട് ശരിയായി കിടത്തണം, നിർബന്ധമാണ്. അപ്പോൾ ഖിബ്ലക്ക് കടത്തുക എന്നുള്ളത്, അപ്പം മയ്യത്തിൻ്റെ ആ ജനാസയുടെ വെക്കലിൽ പോലും അത്രത്തോളം ഐനുൽ ഖിബ്ല നിർബന്ധമാണ്. അതേമാതിരി നിസ്കാരത്തിലും, നിസ്കാരം നമ്മൾ ചെറിയൊരു വേരിയേഷൻ വന്നെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിസ്കാരം മാറ്റി നിസ്കരിക്കണം, മടക്കി നിസ്കരിക്കണം. പക്ഷേ ഹനഫി മദ്ഹബ് പ്രകാരം ഐനുൽ ഖിബ്ല നിർബന്ധമല്ല, ഏകദേശം ഖിബ്ലൻ്റെ ഭാഗം കിട്ടിയാൽ മതി, നേരെ ഖിബ്ല തന്നെ ഐനുൽ ഖിബ്ല കിട്ടണമെന്നില്ല. അപ്പോൾ അത് 2 വ്യത്യാസമാണ് മനസ്സിലാക്കുക. ഒരുപാട് നിസ്കാരങ്ങൾക്ക് ശേഷം ഞാൻ നേരത്തെ ദുബായ് ഓഫീസിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നിസ്കാര മുറിയുടെ ഒരു കാര്യത്തില് അവര് 4-5 കൊല്ലത്തിന് ശേഷം വീണ്ടും കാർപ്പറ്റ് മാറ്റിയപ്പോ ചെറിയ തോതിൽ വലത്തോട്ടേക്ക് കൂടുതലായിട്ട് തെറ്റിയിട്ട് കണ്ടു. അപ്പൊ ആദ്യത്തെ കുറെ നിസ്കാരങ്ങൾ ചോദിച്ചിട്ടില്ലേ? അല്ല, അത് അവര് സ്റ്റുഡിയോ സിറ്റിന്റെ അവര് തന്നെ ചെയ്യുന്നതാണ് നിസ്കാരം മുറിയും അതൊക്കെ. അല്ല, അവരോട് ചോദിച്ചിട്ടില്ല അപ്പൊ എന്താ ഇങ്ങനെ കാർബർ തെറ്റിപ്പോയെന്നുള്ള? ആദ്യത്തെ ഖിബ്ല തെറ്റായിരുന്നോ എന്ന് ചോദിക്കാത്തത്? ചോദിക്കാനൊന്നും ആരുമില്ല, ആള് മാത്രമേ ഉള്ളൂ, പക്ഷെ അവര് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റുന്ന നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടലാണ് നല്ലത്. നമ്മൾ ഹനഫി മദ്ഹബ് ഇല്ലെങ്കിൽ ഹനഫി മദ്ഹബിലേക്ക് തിരിച്ചു വിടേണ്ടി വരും. ചെറിയൊരു വേരിയേഷൻ ആണെങ്കിൽ ഹനഫി മദ്ഹബിലേക്ക് തിരിച്ചു വിടേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന നിസ്കാരങ്ങളൊക്കെ ഖളാ എന്നല്ല മടക്കി നിസ്കരിക്കുക എന്നുള്ളത് നല്ലതാണ്, സൂക്ഷ്മതയാണ്. ആഖിറത്തിൽ കുടുങ്ങി പോകാൻ പാടില്ലല്ലോ. ഖളാ വിട്ട് നമുക്ക് പറ്റുന്നത്ര മതി. ഓരോ നിസ്കാരത്തിൻ്റെ കൂടെ ഓരോ നിസ്കാരങ്ങളും ഖളാ വിട്ട് സുന്നത്ത് അങ്ങനത്തെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഖിബ്ലക്ക് വേരിയേഷൻ വരാനും നിസ്കാരം ബാത്തിലാവാനുമുള്ള സാധ്യത കാണുന്നുള്ളത് കൊണ്ട് തന്നെ സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ മുൻഗണന എന്തിനു കൊടുക്കണം? ആ നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കുന്നതിന് കൊടുക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ബാത്തിലായി പോയ നിസ്കാരങ്ങൾ. ഓക്കെ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
പിന്നെ ഓക്കെ ആണോ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.